ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും അധികം കണ്ടുകൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കഴിഞ്ഞ ദിവസം ബസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അവളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയും സ്വന്തം ചാനലിൻ്റെ അല്ലെങ്കിൽ സ്വന്തം അക്കൗണ്ടിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടും ഒരു റോങ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നു. അത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നു. അതിലിരയായിട്ടുള്ള ആ പാവം ചേട്ടൻ ആത്മഹത്യ ചെയ്യുന്നു. ആ ഒരു സംഭവത്തിനെ പറ്റി റിയാക്ട് ചെയ്യാനല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ റിയാക്ഷൻ ഞാൻ അവളുടെ ചാനൽ റിപ്പോർട്ട് അവളുടെ അക്കൗണ്ട് റിപ്പോർട്ട് അടിച്ചിട്ടും ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടും വാട്സപ്പ് സ്റ്റോറി ആയിട്ടും പിന്നെ ന്യൂസിൽ വരുന്ന വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കണ്ടൻറ്റ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കണ്ടൻറ്റ് മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ വീഡിയോസ് ഞാൻ കാണുന്നു. അവരോടാണ് എൻ്റെ ചോദ്യം. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഞാൻ ചോദിക്കട്ടെ, അന്ന് അവൾ ചെയ്ത അതേ തെറ്റ് തന്നെയല്ലേ ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്ന് അവൾക്ക് വേണ്ടത് അവളുടെ ചാനലിലുള്ള റീച്ചും അവൾക്കുള്ള ഫോളോവേഴ്സും ആണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു കണ്ടൻറ്റ് വെച്ചിട്ടുള്ള നിങ്ങൾക്കുള്ള റീച്ചും നിങ്ങൾക്കുള്ള ഫോളോവേഴ്സും കൂട്ടുക എന്നിട്ട് ലക്ഷ്യത്തോടല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ വീട്ടിലെ പ്രതികരണം, അവരുടെ ആ ചേട്ടൻ്റെ ഭാര്യയുടെ പ്രതികരണം, അമ്മയുടെ പ്രതികരണം, മോനുണ്ടെങ്കിൽ മോൻ്റെ പ്രതികരണം, അങ്ങനെ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ് ഓരോ നിമിഷം ആ ചേട്ടൻ്റെ ശവത്തിൽ നിങ്ങൾ നോവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ രീതിയിൽ നിങ്ങൾ വീഡിയോ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ റീച്ച് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ചേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അടുത്തുള്ള ആൾക്കാർ, അവർക്കുണ്ടാകുന്ന ഒരു വിഷമത്തെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? അന്ന് അവൾ ബസ്സിൽ വെച്ച് ചെയ്തു തന്ന അതേ ക്രൈം തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ പാർട്ടായിട്ടും അല്ലാണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിലവരുണ്ട് ആ ഒരു ബസ്സിൽ നടന്ന സംഭവം അതേപടി റീക്രിയേറ്റ് ചെയ്യുക. ബാക്കിൽ നിന്നിട്ട് ആ ചേട്ടൻ പറയുന്നത്, ഇനി അന്ന് ഇപ്പോൾ ഈ ഒരു ധൈര്യം എനിക്ക് അന്ന് കാണിക്കാൻ തോന്നിയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റത്തില്ലായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മനുഷ്യനെ കളിയാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു ദിവസം ആ